മഴക്കെടുതിയിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു മരണം. കാപ്പാട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കണ്ണങ്കടവ് സ്വദേശി മാഹിൻ ഇറാഷാണ് മരിച്ചത്. ഇന്നലെ രാവിലെ വീട്ടുമുറ്റത്തെ കുഴിയിൽ വീണാണ് അപകടം സംഭവിച്ചത്. അതേസമയം മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിലായിട്ടുണ്ട്. വിവരങ്ങളുമായി സരീഷ് പി കെയാണ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സരീഷ്, കോഴിക്കോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും വലിയ മഴയായിരുന്നു. പ്രത്യേകിച്ച് താമരശ്ശേരി, അടിവാരം, ഒപ്പം തന്നെ വിലങ്ങാട്, നാദാപുരം, കൂടരഞ്ഞിയൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് എന്താണ് സ്ഥിതി? അതോടൊപ്പം തന്നെ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. ചികിത്സയിലിരിക്കുകയാണ് മരിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? 2 ദിവസമായി കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായ മഴ ഉണ്ടാവുന്നുണ്ട്. നഗര മേഖലയെ നോക്കിയാൽ ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഉള്ളത്. മറ്റ് മേഖലകൾ, അതായത് പ്രത്യേകിച്ച് ഈ കൂടരഞ്ഞി ഉൾപ്പെടെയുള്ള, വിലങ്ങാട് ഉൾപ്പെടെയുള്ള, താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും ആശങ്ക നൽകുന്ന ഒരു സ്ഥലവും അതുതന്നെയാണ്. കാരണം നേരത്തെ മഴക്കെടുതികൾ ഉണ്ടായ, ഉരുൾപൊട്ടലുണ്ടായ മേഖലകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നത്. അതിനിടയിലാണ് ഒരു ജീവൻ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ 2 വയസ്സുകാരനാണ് ഇന്നലെ രാത്രിയോടെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴക്കെടുതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജീവൻ പൊലിയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി അത് സംഭവിക്കുന്നു. ഇന്ന് ഈ മേഖലകളിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം നേരത്തെ ഈങ്ങാപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ വെള്ളം കയറുകയും അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിലങ്ങാട് മേഖലയിൽ ഇന്നലെ തന്നെ കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം വിലങ്ങാടാണ് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അവിടെ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ നിന്നും ആളുകളോട് നിർബന്ധപൂർവ്വം മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടുതൽ ക്യാമ്പുകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയും സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ കുടുംബങ്ങളെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയുടെ കാര്യമെടുത്താൽ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനോടകം തന്നെ തുറന്നിട്ടുള്ളത്. അതിൽ 207 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര, നാദാപുരം മേഖലകളിലാണ് കൂടുതൽ ആളുകളും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നത്. കാരണം അവിടെയാണ് ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ താമരശ്ശേരിക്ക് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 70 കുടുംബങ്ങളിൽ നിന്നാണ് ഇപ്പോൾ 207 കുടുംബങ്ങളെ മാറ്റിയിരിക്കുന്നത്. ഇതിൽ 80 പുരുഷന്മാരും 70 സ്ത്രീകളും 57 കുട്ടികളുമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര, വിലങ്ങാട് മേഖലയിൽ മാത്രം 109, അതായത് 33 കുടുംബങ്ങളിലെ 109 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലകളിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്രത്തോളം വലിയൊരു അല്ലെങ്കിൽ ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെയോ മലവെള്ളപ്പാച്ചിലിന്റെയോ സാഹചര്യമില്ല. ഈ മേഖലകളിൽ മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരം, അതോടൊപ്പം വിലങ്ങാടിന് സമാനമായി ഈ ഈങ്ങാപ്പുഴ മേഖലകളിലും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ മഴയുടെ തുടർച്ച എന്ന രീതിയിൽ ചുരത്തിൽ ചെറിയൊരു രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയോടെ തന്നെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുകയും സമാനമായ ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും വളവിൽ, സാധാരണഗതിയിൽ 6 മുതൽ 8 വരെയുള്ള വളവുകളിലാണ് കൂടുതലായി മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൽപ്പിച്ചിരുന്നത്. ആ മേഖലകളിൽ കൃത്യമായ ഒരു പരിശോധന നടക്കുകയും അവിടെ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നമായി നിൽക്കുന്നത് ഈങ്ങാപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകൾ വെള്ളത്തിനടിയിലാവുന്നതാണ്. ആ വഴിയാണ് ചുരം വഴിയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകേണ്ടത്. ഈങ്ങാപ്പുഴ പുഴ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ കടകളിലേക്കും ഒക്കെ വെള്ളം കയറുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതാണ്ട് അരയാൾ പൊക്കത്തിൽ ആ മേഖലയിൽ മാത്രം വെള്ളം നിൽക്കുകയും ആളുകൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് വേണം പറയാൻ. കാരണം ഇന്നലെ രാത്രിയും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടുളി, അതായത് നിലവിൽ കക്കയം ഡാമിൽ ഓറഞ്ച് അലേർട്ടാണ്. അതോടൊപ്പം തന്നെ കോട്ടുളി, അതോടൊപ്പം ചെലവൂർ
ഉൾപ്പെടെയുള്ള മാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതലായി ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ അനുബന്ധ പഞ്ചായത്തുകളും ഒക്കെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് 2018 ശേഷം വീണ്ടും ഏതെങ്കിലും രീതിയിൽ മഴവെള്ളം കയറുന്ന വീടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പുഴ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകളെ അടിയന്തരമായി അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു റെഡ് അലർട്ടോ അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്ന് പോലും കരുതുന്നതിന് മുൻപ് തന്നെ അവരോട് മാറി താമസിക്കണം. ഒരുപക്ഷെ ക്യാമ്പുകളിലേക്ക് മാറുന്നില്ലെങ്കിൽ സമീപത്തെ ബന്ധുവീടുകളിലേക്കെങ്കിലും മാറണം എന്നൊരു നിർദ്ദേശം കൃത്യമായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിൽ ഇന്നലെ രാത്രിയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഡിങ്കി ബോട്ട് ഉൾപ്പെടെ എത്തിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായ ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ എത്തിച്ച് അവിടെ നിന്നും രാത്രി പോലും പേരാമ്പ്ര നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിയിരുന്നു. അതിനുശേഷവും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മലയോര മേഖലകളിലുള്ളത്. ഇടവിട്ടുള്ള ശക്തമായ മഴ, ഒരുപക്ഷെ നഗരത്തിൽ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മലയോര മേഖലകളിൽ തുടർച്ചയായി ഇടവിട്ടുള്ള ശക്തമായ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഇന്നലെ ഉണ്ടായ അപകടമൊഴികെ ഇന്ന് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. എന്തായാലും നിലവിൽ വെള്ളം കയറിയ മേഖലകളിൽ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരോടൊക്കെ മാറി താമസിക്കാനും അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, സരീഷ് പി കെയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലും ഇന്ന് കനത്ത ജാഗ്രതയിൽ തന്നെയാണുള്ളത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അതെല്ലാം ജനങ്ങൾ പാലിക്കണമെന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.